ഗൈസ് ഇറ്റ്സ് മീ നിമ്മി. കുറേ നാളുകളായി നമ്മൾ കണ്ടിട്ട് അല്ലേ. ലോങ് വീഡിയോ ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ലോങ് വീഡിയോ എടുക്കുന്നതെന്നാണ് ഞാൻ ആക്ച്വലി ഒരു വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഒരുമിച്ചൊരു സ്ഥലം വരെ പോവാണ്. എന്താണെന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അല്ല, നമ്മൾ പോകുന്നത് നാളെയാണ്. അപ്പോൾ ഞാൻ നൈറ്റ് ഷൂട്ട് ചെയ്ത് വെക്കാണ് ഈ ഒരു ക്ലിപ്പ്. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ എക്സ്ക്യൂസ് ദ നോയ്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ. അപ്പോൾ ഞാൻ എന്താ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 മണി 5:15 നമ്മൾ രാവിലെ പോരാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ഇതുവരെ. എങ്ങോട്ടാണ്, ആരൊക്കെ കൂടിയാണ് പോകുന്നതെന്നൊക്കെ നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഫാമിലിനെ ആയിട്ടൊരു ടെമ്പിൾ വിസിറ്റാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ നല്ല വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായിട്ടുള്ള ആദവനാട്, പിന്നെ അഴുവാഞ്ചേരി മന, പിന്നെ കാട്ടുമാടം, അങ്ങനെ ഈ 3 സ്ഥലങ്ങളിലും, പിന്നെ തിരുനാവായ ക്ഷേത്രത്തിലും കാടമ്പുഴ ക്ഷേത്രത്തിലും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഉത്സവത്തിന് മുന്നോടിയായിട്ട് ഇവിടെ പോയിട്ട് ഒന്ന് സന്ദർശിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ആക്ച്വലി ഇതൊരു തീർത്ഥാടനം എന്നതിലുപരി ഒരു ഭയങ്കരമായിട്ടൊരു ട്രിപ്പ് പോലെയൊക്കെ ആയിരുന്നു ഒരു പിള്ളേർക്കൊക്കെ തോന്നിയത്. അത്രയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ 5:30 മുമ്പ് 5:15 ആയിട്ട് വീട്ടിൽ നിന്ന് ട്രാവലറിനായിട്ട് പോന്നു. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് തിരുനാവായ ക്ഷേത്രത്തിലേക്കായിരുന്നു കേട്ടോ. ഇന്നൊരു സൺഡേ ആണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾ പോയത് സൺഡേ ദിവസമായിരുന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. എന്നെതാ കൊച്ചു എന്ന് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് എൻ്റെ അനിയൻ അച്ചു. അങ്ങനെ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് പോയി നല്ലതായിട്ട് എൻജോയ് ചെയ്തു. ആദ്യം തിരുനാവായയിലേക്കാണ് പോയത്. അവിടെ ആണെങ്കിലും ആദ്യം ഈ ബലിയിടൽ ചടങ്ങൊക്കെ കണ്ടു. കുറേ പേര് ബലിയിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനത്തെ കുറേ ഇത്രയും പേര് ഒരുമിച്ചിരുന്ന് ബലിയിടുന്നൊരു കാര്യമൊന്നും ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. പുലർച്ചെ ആയി വരുന്നേ ഉള്ളൂ. സൂര്യനെ കണ്ടില്ലേ നിങ്ങൾ? ഓക്കെ, അപ്പോൾ നമ്മൾ തിരുനാവായയിൽ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. പക്ഷെ ചായ കുടിച്ചു കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു. അവിടെ ശ്രീ നവമുഖ ക്ഷേത്രം എന്നാണ് പറയുന്നത്. ആക്ച്വലി കൃഷ്ണൻ്റെ ഒരു ഇതാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. പിന്നെ അവിടെ പ്രസാദം കൊടുക്കുന്ന കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രസാദം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കടന്നു. പക്ഷേ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നെങ്കിലും കയറാൻ പറ്റി. പെട്ടെന്ന് തന്നെ കയറാനും പറ്റി, അത്യാവശ്യം തൊഴുവാനും പറ്റിയിട്ടോ നല്ലപോലെ. നമ്മൾ ക്യാമറ അമ്പലത്തിനകത്തേക്കൊന്നും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നാലമ്പലത്തിന് അകത്തേക്കാണ് ഞാൻ പറഞ്ഞത്. പുറത്ത് നിന്നിട്ട് കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു. ഇനി പ്രധാനമായിട്ടും നമ്മൾ തിരുനാവായ ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ രാവിലെ വന്നതുകൊണ്ട് നമുക്ക് ചായ കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ ചായയും ഉപ്പുമാവും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കട്ടൻ ചായയും ഉപ്പുമാവും പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ട് അങ്ങനെ കഴിച്ചു. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ പുറത്ത് വെച്ച് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, ഉപ്പുമാവും കട്ടൻ ചായയും. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരുനാവായയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ കുറേ കടകളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രസമുള്ള മാലയും കമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ വാങ്ങാനൊന്നും നിന്നില്ല. അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ അധികം വാങ്ങാനൊന്നും നിന്നില്ല. പിന്നെ ഇവിടെ എല്ലാവരും നല്ല ഫുൾ ഓൺ പവറിലായിരുന്നു വണ്ടിയിൽ. പാട്ടൊക്കെ വെച്ച് ഡാൻസ് എന്ന് പറഞ്ഞാൽ എണീറ്റൊന്നുമല്ല, വണ്ടിയിൽ ഇന്ന സീറ്റിലിരുന്ന് തന്നെ ഭയങ്കര രസത്തിലായിരുന്നു എല്ലാവരും. ഈ മീശ പിരിച്ചിരിക്കുന്നവനാണ് എൻ്റെ കുഞ്ഞനിയനായിട്ടുള്ള അച്ചു ബ്രോ. അവന് ഈ വീഡിയോയുടെ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നു. കാരണം കുറച്ച് അവൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് തന്നെ ആയാലും പോയത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. വണ്ടിയിലായാലും നമ്മൾ പോയ സ്ഥലങ്ങളായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് കാട്ടുമാടത്തേക്കാണ്. അപ്പോൾ അവിടത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ.
ആക്ച്വലി. പക്ഷെ അവിടെ കണ്ടിട്ട് എനിക്ക് എന്താ പറയുക, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഭയങ്കര അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, അവിടുത്തെ ആംബിയൻസ് ആയിക്കോട്ടെ, എല്ലാം ഒരു പീസ്ഫുള്ളായിട്ടുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സ്ഥലം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പോയത് ആദവനാട്, നമ്മുടെ മൂലസ്ഥാനത്തേക്കാണ്. അവിടെയാണ് നമ്മുടെ മുത്തപ്പന്മാരുടെയൊക്കെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി കണ്ടു. അടുത്തതായിട്ട് അഴവാഞ്ചേരി മനയിലേക്കാണ് പോയത്. അവിടെയും വേറൊരു തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് എനിക്ക് തോന്നിയത്. അതായത് പഴയ തമ്പ്രാക്കന്മാരുടെയൊക്കെ പോലെ നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ. ഇനി പോയവരെല്ലാവരും റിവ്യൂ കേൾക്കണ്ടേ, വണ്ടിയിൽ ഇരുന്നിട്ട് എല്ലാവരും പറയുമായിരുന്നു അടിപൊളിയായിരുന്നു എന്ന്. നമ്മൾ വിചാരിച്ചേക്കാളും നല്ലതായിട്ട് വേഗം തൊഴുതിറങ്ങാനും കാണാനും പറ്റി. ഓക്കെ, വല്യമ്മ അഭിപ്രായം പറ. കുഴപ്പമില്ല, വേഗം ഇറങ്ങി നമ്മൾ വേഗം വീട്ടിലെത്തി. ആവശ്യം. ഓക്കെ. ചന്ദ്രൻ വലിയച്ഛൻ നല്ല അഭിപ്രായം തന്നെയാണ് എല്ലാവരും. നല്ല അഭിപ്രായമാണ്. ചേച്ചി പറ. ഇനിയും പോണം, ഇതുപോലെ ഇനിയും പോണം. ഇതുപോലെ ഇനിയും പോണം. ഓക്കെ. വൺ ഡേ ട്രിപ്പ് ആണെങ്കിൽ വേറെ. ഇത് ട്രിപ്പല്ലേ, ഇതൊരു തീർത്ഥയാത്രയാണല്ലോ. യാത്ര ഓക്കെ, ട്രിപ്പ് വേറെ സെറ്റാക്കണം. ഓക്കെ. തീർത്ഥയാത്ര പോയപ്പോഴേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മള് എത്താന്ന് വിചാരിച്ച സമയത്തേക്കാളും കൂടുതൽ നേരത്തെ എത്തി. എല്ലായിടത്തും നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളായിരുന്നു. പറഞ്ഞോ. ഞങ്ങൾക്ക് ഇങ്ങനെ പോകാനൊരു ഞങ്ങൾക്ക് പോകാൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയിട്ട് അമ്പല കമ്മിറ്റിക്ക് നന്ദി അറിയിച്ചോളൂ. പറഞ്ഞോ. പോകാൻ ഭയങ്കര ആഗ്രഹമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇനിയും പോകണം. ഇനിവേ നമുക്ക് ഇതേപോലെ തന്നെ ഒരു വൺ ഡേ ട്രിപ്പുകളൊക്കെ സംഘടിപ്പിക്കണം. അമ്പലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റി. നമുക്ക് ചെറിയ ചെറിയ അമ്പലങ്ങളാണെങ്കിൽ നമ്മൾ പോവാത്ത അമ്പലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോയി കാണണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ കമ്മിറ്റി കൂടെ അല്ലെങ്കിലും നമ്മളെല്ലാവരോടും ഒന്നിച്ച് പോവാം. അമ്പലത്തിൽ നിന്ന് പോലെ ഇപ്പം ഇതെല്ലാം നടക്കുള്ളൂ. നമുക്ക് അമ്പലത്തിൽ നിന്ന് പൈസ എടുത്തിട്ട് നമുക്കല്ലാതെ നമുക്ക് ഒന്നിച്ചൊന്ന് കൂടി ഇടയ്ക്കൊക്കെ പോകണം. പറഞ്ഞോ. ഇവിടെ അങ്ങനെ പോകണം എന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ സാധിച്ചു തന്ന കമ്മിറ്റിക്ക് ആദ്യം തന്നെ വലിയൊരു കയ്യടി. പിന്നെ എല്ലായിടത്തും നല്ല ഭംഗിയായിട്ട് തൊഴാനും എല്ലാം നല്ല ഭംഗിയായി. വളരെയധികം സന്തോഷം. പറഞ്ഞോ. ഇങ്ങനെ പോയി എല്ലായിടത്തും കണ്ടതിൽ വളരെയധികം സന്തോഷം. പറയോ. അടിപൊളിയാന്ന് പറയോ. ഞാൻ പറയില്ല. പറയണം. അപ്പൊ ഇനി ബാക്കിലുള്ളവര് പറ. സൂപ്പർ, അടിപൊളിയായിരുന്നു. പറയ്. സൂപ്പർ. ഓക്കെ. അപ്പോൾ ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, ടാറ്റ.